ഇന്ന് നടന്ന ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ 2 കാറുകളാണ് പിടിച്ചെടുത്തത്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് പരാതിയിലാണ് ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ കസ്റ്റംസ് പരിശോധന നടത്തിയത്. നംഖോർ എന്നതുകൊണ്ട് വാഹനം എന്നാണ് അർത്ഥമാക്കുന്നത്. നടൻ അമിത് ചാക്കാലക്കലിന്റെ വീട്ടിലും റെയ്ഡ് നടന്നതായി പറയുന്നു. റോയൽ ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച 150 വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് 4 ഇരട്ടി വിലയ്ക്ക് വിറ്റഴിച്ചു എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ന് രാജ്യവ്യാപകമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് കേരളത്തിലെ നടന്മാരുടെ വീടുകളിലേക്കും കസ്റ്റംസ് എത്തിയത്. പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിലും ദുൽഖറിന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലുമാണ് റെയ്ഡ് നടന്നത്. പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും കസ്റ്റംസ് എത്തിയെങ്കിലും വാഹനങ്ങളൊന്നും അവിടെ കാണാത്തതിനാൽ മടങ്ങിപ്പോയിരുന്നു. ഇത് കൂടാതെ ചില വ്യവസായികളുടെയും ഇടനിലക്കാരുടെയും വീടുകളിലും ചില വാഹന ഷോറൂമുകളിലും ഈ റെയ്ഡ് നടക്കുന്നുണ്ട്. ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിൻറ്റേജ് കാറ്റഗറിയിൽ പെടുന്നതുമായ വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കസ്റ്റംസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കി തുടങ്ങുന്നത്. കേരളത്തിലെ ഏതാനും സിനിമാ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും വ്യവസായികളും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ കസ്റ്റംസിന് കൃത്യമായ വിവരവും ലഭിച്ചിരുന്നു. ഭൂട്ടാൻ ആർമിയും മറ്റും ഉപേക്ഷിച്ച വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ഭൂട്ടാനിൽ നിന്നും സൈന്യം ലേലം ചെയ്ത SUVകളും മറ്റും ചില വാഹന ബ്രോക്കർമാർ കുറഞ്ഞ വിലക്ക് വാങ്ങും. പിന്നീട് അത് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഉയർന്ന വിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിൽക്കുകയായിരുന്നു. ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് എത്തിയിട്ടുള്ള വാഹനങ്ങൾ 200 എണ്ണം കേരളത്തിൽ മാത്രം വിറ്റിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. 2.5 കോടി രൂപ വിലയുള്ള ഒരു ലാൻഡ് ക്രൂയിസർ 30 ലക്ഷത്തിന് ഒരു പ്രമുഖ സിനിമാ താരം വാങ്ങിയതായും കണ്ടെത്തി. ഈ വാഹനങ്ങൾ എല്ലാം കസ്റ്റംസിന്റെ പ്രിവന്റീവ് യൂണിറ്റുകൾ പിടിച്ചെടുക്കുമെന്നാണ് സൂചന. ഇത്തരത്തിൽ എത്തിയിട്ടുള്ള വാഹനങ്ങൾ കേരളത്തിൽ രജിസ്ട്രേഷൻ മാറ്റിയോ എന്നതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഭൂട്ടാൻ വാഹന ഇടപാട് സംബന്ധിച്ചുള്ള സൂചനകൾ DRA കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിരുന്നതായാണ് വിവരം. പഴയ മോഡൽ ഡിഫൻഡർ അടക്കമുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് എത്തിയിട്ടുള്ളതാണ് റിപ്പോർട്ട്. ഇങ്ങനെ വന്നിട്ടുള്ള വാഹനങ്ങൾ നികുതി അടച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് കസ്റ്റംസ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ലാൻഡ് ക്രൂയിസർ, ലാൻഡ് റോവർ, വിവിധ SUVകൾ, ട്രക്കുകൾ എന്നിവയും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ HP 52 രജിസ്ട്രേഷൻ നമ്പറിലാണ് കൂടുതൽ വാഹനങ്ങളും നമ്പർ എടുത്തിട്ടുള്ളത്. ആ RTO ഓഫീസിൽ നിന്നുള്ള NOC ഉൾപ്പെടെയാണ് കേരളത്തിൽ വിറ്റഴിച്ചിരിക്കുന്ന വാഹനങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ രേഖകൾ ഉപയോഗിച്ച് അനായാസം കേരളത്തിൽ ഇത്തരം വാഹനം രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. ഓപ്പറേഷൻ നംഖോറിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ചർച്ചയാകുന്നത് ചലച്ചിത്ര താരങ്ങളടക്കം പ്രതികളായ പുതുച്ചേരി വാഹന തട്ടിപ്പാണ്. നികുതി വെട്ടിക്കാനായി വ്യാജരേഖ ചമച്ച് കേരളത്തിലെ 2357 വാഹനങ്ങൾ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തെന്ന് 2019 കണ്ടെത്തിയിരുന്നു. നടനും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ, അമല പോൾ ഉൾപ്പെടെ പ്രമുഖരായിരുന്നു ആ കേസിലെ പ്രതികൾ. 2 കാറുകളുടെ രജിസ്ട്രേഷനിലാണ് കേസെടുത്തതെങ്കിലും ഒരു കാറിന്റെ കേസിലാണ് സുരേഷ് ഗോപിക്കെതിരായ കുറ്റപത്രം സമർപ്പിച്ചത്. പുതുച്ചേരി ചാവടിയിലെ അപ്പാർട്ട്മെന്റിൽ താൽക്കാലിക താമസക്കാരനെന്ന രീതിയിലാണ് 2010 വാങ്ങിയ കാർ സുരേഷ് ഗോപി രജിസ്റ്റർ ചെയ്തത്. വ്യാജ മേൽവിലാസം കാണിച്ച രജിസ്ട്രേഷനിലൂടെ 16 ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിച്ചെന്നായിരുന്നു കണ്ടെത്തൽ. രജിസ്ട്രേഷന് വേണ്ടി വ്യാജ സത്യവാങ്മൂലവും വ്യാജ സീലും ഉപയോഗിച്ചെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. രേഖകൾ വ്യാജമാണെന്ന് സമ്മതിക്കുന്ന നോട്ടറിയുടെ മൊഴിയും സുരേഷ് ഗോപി ആ അപ്പാർട്ട്മെന്റിലെ താമസക്കാരൻ അല്ലെന്ന കെട്ടിട ഉടമയുടെ മൊഴിയുമായിരുന്നു പ്രധാന തെളിവുകൾ. കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. ഫഹദ് ഫാസിൽ, അമല പോൾ എന്നിവർക്കെതിരെയും വാഹന രജിസ്ട്രേഷൻ തട്ടിപ്പിന് കേസെടുത്തിരുന്നെങ്കിലും പിന്നീട് ഒഴിവാക്കിയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വാഹനം വാങ്ങിയ അമല കേരളത്തിൽ അത് കൊണ്ടുവരാത്തതിനാൽ കേരള പോലീസിന് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഡൽഹി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും വാഹനം വാങ്ങിയ ഫഹദ് ഫാസിൽ തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലായപ്പോൾ കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുകയും 19 ലക്ഷം രൂപ പിഴ അടക്കുകയും ചെയ്തു. അതോടെ കേസിൽ ഫഹദ് ഫാസിലിനെയും അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു.